ഇന്നത്തെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പെർമനൻ്റ്ലിയോ അല്ലെങ്കിൽ ടെമ്പററിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. പുതിയ മെത്തേഡിലൂടെയാണ് കാണിച്ചു തരുന്നത്. ഒരുപാട് പേർക്ക് ആ മെത്തേഡ് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ടോപ്പിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതിൽ അക്കൗണ്ട് സെൻറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ താഴെ നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ കാണാൻ സാധിക്കും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് 2 ഓപ്ഷൻ ഇവിടെ ചോദിക്കും, ഡീആക്ടിവേറ്റ് ചെയ്യണോ ഡിലീറ്റ് ചെയ്യണോ. ഡീആക്ടിവേറ്റ് എന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ടാണ്, താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ലോഗിൻ ചെയ്യാൻ. തൽക്കാലത്തേക്ക് അത് ഹൈഡ് ആവും. പിന്നെ നിങ്ങൾ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്താൽ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡീആക്ടിവേറ്റ് ടെമ്പററി ആയിട്ട് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഇനി ഒരിക്കലും ഈ ഇൻസ്റ്റാഗ്രാം വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഡിലീറ്റ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡിലീറ്റ് ചെയ്താൽ പിന്നെ ആ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ഭയങ്കര വള്ളിയാണ് തിരിച്ചെടുക്കാൻ. ഇൻസ്റ്റാഗ്രാമിൽ മേലൊക്കെ വെച്ച് ഒരുപാട് പണി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം അത്ര ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ പെർമനൻ്റ് ഡിലീറ്റ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു അപ്ഡേഷൻ വരും. അതായത് കറൻ്റ്ലി 33 ഫോളോവേഴ്സ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളോട് റീസൺ അവർ ചോദിക്കും, എന്താണ് റീസൺ ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് നിങ്ങളിതിലേതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സംതിങ് എൽസ്, ഏറ്റവും ലാസ്റ്റിൽ സംതിങ് എൽസ് കൊടുത്തിട്ട് കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യണോ എന്നുള്ളത് ചോദിക്കും. അതായത് ഡൗൺലോഡ് ചെയ്ത് വെക്കണോ എന്നുള്ളത്. ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫോട്ടോസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് ഇൻഫോ ക്ലിക്ക് ചെയ്യുക. അപ്പം വെബ്സൈറ്റിലേക്ക് പോകും. എന്നിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾ ക്രിയേറ്റ് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഒന്നെങ്കിൽ തേർഡ് പാർട്ടി ഏതെങ്കിലും വെബ്സൈറ്റ് വഴി ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അതാണ് ബെറ്റർ. ഇതിൽ എക്സ്പോർട്ട് ടു ഡിവൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതായത് ക്ലിക്ക് ചെയ്യുമ്പം ഇതിൽ ഓപ്ഷൻസ് കാര്യങ്ങൾ വരും, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വരും. ഡേറ്റ് റേഞ്ച് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് എക്സ്പോർട്ട് കൊടുത്താൽ നമുക്കത് ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുക. അത് ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഈ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ റീസൺ ഒന്നുകൂടെ കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് ഡയറക്റ്റ്ലി ആ പേജിലേക്ക് പോകും. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതിൽ അവർ ഒന്നുകൂടെ നമ്മളോട് ചോദിക്കും, ഡിലീറ്റ് വേണോ ഡീആക്ടിവേറ്റ് ചെയ്താൽ പോരെ എന്ന് കാര്യം അവർ പറയും. പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചെടുക്കാൻ തോന്നിയാൽ വേണമെങ്കിൽ എടുക്കാമെന്ന് പറയും. വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഒറ്റ മൈൻഡ് ആണെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പം നിങ്ങളോട് പാസ്വേഡ് ചോദിക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ. അതൊന്നുകൂടെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.